മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കളക്ടറുടെ ഇടപെടലുണ്ടായിരിക്കുകയാണ്. ചിന്നക്കനാലിൽ സൂര്യനെല്ലിയിലെ റിസോർട്ടിനോട് ചേർന്നുള്ള 50 സെന്റ് പുറമ്പോക്ക് ഭൂമി സർക്കാർ ഏറ്റെടുക്കും. ഇത് സംബന്ധിച്ച നടപടികൾക്ക് കളക്ടർ അനുമതി നൽകുകയും ചെയ്തു. കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ ഇടുക്കി കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മിച്ചഭൂമി ഏറ്റെടുക്കാൻ കളക്ടർ അനുമതി നൽകിയിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് തേടും. എംഎൽഎ സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തൽ നേരത്തെ റവന്യൂ വകുപ്പ് ശരിവെച്ചിരുന്നതാണ്. മാത്യു കുഴൽനാടന്റെ റിസോർട്ട് സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പ്രാഥമിക നടപടിയായാണ് വില്ലേജ് ഓഫീസറോട് സർവേ റിപ്പോർട്ട് തേടാൻ തീരുമാനിച്ചത്. മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ റിസോർട്ട് ഉൾപ്പെടെ 1 ഏക്കർ 20 സെന്റ് ഭൂമിയാണ് ആധാരത്തിലുള്ളത്. എന്നാൽ ഇതോടൊപ്പം 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയതായി വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വിജിലൻസ് അധികൃതർ സ്ഥലം അളന്നപ്പോൾ സർക്കാർ ഭൂമി കണ്ടെത്തുകയായിരുന്നു. 50 സെന്റ് പുറമ്പോക്ക് കയ്യേറി എംഎൽഎ മതിൽ നിർമ്മിച്ചെന്നും ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേട് നടത്തിയെന്നും സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന 1000 ചതുരശ്രയടി കെട്ടിടത്തിന്റെ കാര്യം മറച്ചുവെച്ച് നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമായിരുന്നു വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. കെട്ടിടത്തിന് 18 ലക്ഷം രൂപ മൂല്യമുണ്ട്. സർക്കാരിന് കിട്ടേണ്ട നികുതി നഷ്ടമായെന്നും 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചുവെന്നും മാത്യു കുഴൽനാടന്റെ റിസോർട്ടിനെതിരായ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭൂമി വാങ്ങിയതിൽ നികുതി വെട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടും ആരോപിച്ച് നേരത്തെ തന്നെ CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹൻ നൽകിയ പരാതിയെ തുടർന്നാണ് മാത്യു കുഴൽനാടനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് മിച്ചഭൂമി കണ്ടെത്തിയതും. ഇതിന് പിന്നാലെ സ്ഥലത്ത് റവന്യൂ വകുപ്പും പരിശോധന നടത്തുകയായിരുന്നു. ഇതിൽ വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ശരിവെച്ചിരുന്നു. റിസോർട്ടിൽ അധികമായി കൈവശം വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ഇതിലാണ് ഇപ്പോൾ കളക്ടറുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അതേസമയം ചിന്നക്കനാൽ ഭൂമി കൈവശപ്പെടുത്തിയെന്ന കേസിൽ വിജിലൻസ് റവന്യൂ റിപ്പോർട്ടുകൾക്കെതിരെ MLA മാത്യു കുഴൽനാടൻ സംസാരിച്ചിട്ടുണ്ട്. സൂര്യനെല്ലിയിലെ റിസോർട്ടിനോട് ചേർന്നുള്ള 50 സെന്റ് പുറമ്പോക്ക് ഭൂമി കൈവശപ്പെടുത്തിയെന്ന ആരോപണത്തിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. താൻ ഭൂമി കയ്യേറിയിട്ടില്ല എന്നും ആരോപണം തെറ്റാണെന്നും MLA പറയുകയുണ്ടായി. റിസോർട്ടിനായി വാങ്ങിയ ഭൂമിയിൽ ചുറ്റുമതിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന സംരക്ഷണ ഭിത്തി ഒന്നുകൂടി സുരക്ഷിതമാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ചെരിവുള്ള സ്ഥലങ്ങളിൽ മണ്ണിടിയുന്നത് തടയാൻ വേണ്ടിയാണ് സംരക്ഷണ ഭിത്തി കെട്ടിയത്. പുറമ്പോക്ക് ഭൂമി കയ്യേറി മതിൽ കെട്ടിയെന്ന ആരോപണം അവാസ്തവമാണെന്നും അദ്ദേഹം പറഞ്ഞു. 50 സെന്റല്ല 50 ഏക്കർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാലും കടുകുമണിയോളം പിന്നോട്ടു പോകുമെന്ന് കരുതേണ്ടെന്നും അത്തരത്തിൽ ഭീഷണിപ്പെടുത്തി മുതലിൽ കൈവച്ചാൽ പിന്നോട്ടു പോകുമെന്ന ധാരണയുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണെന്നും പറഞ്ഞു. എത്ര തളർത്താൻ നോക്കിയാലും പിന്നോട്ടു പോകില്ലെന്നും ആരിൽ നിന്നെങ്കിലും തട്ടിപ്പറിച്ചും കൈക്കൂലി വാങ്ങിയും ഉണ്ടാക്കിയെടുത്ത സമ്പത്തല്ലെന്നും പൂർവികരായി കർഷകരാണ് തങ്ങളെന്നും അത് അധ്വാനിച്ചുണ്ടാക്കിയതാണെന്നും കർഷകന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കരുതെന്നും മാത്യു കുഴൽനാടൻ വിമർശിച്ചു. നിയമപരമായ ഏത് നടപടിയോടും സഹകരിക്കുമെന്നും താൻ വാങ്ങിയ സ്ഥലം അളന്നു നോക്കിയിട്ടില്ല എന്നും വാങ്ങിയതിൽ കൂടുതലായി ഒന്നും അതിലേക്ക് ചേർത്തിട്ടില്ല എന്നും സർക്കാരിന്റെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് അടക്കം വാങ്ങിയ ശേഷമാണ് സ്ഥലം വാങ്ങിയതെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു. ഭൂപതിവ് നിയമങ്ങൾ ലംഘിച്ചാണ് മാത്യു കുഴൽനാടന്റെ റിസോർട്ട് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു CPM എറണാകുളം ജില്ലാ സെക്രട്ടറി പരാതി നൽകിയത്. തുടർന്ന് റിസോർട്ടിനായുള്ള ഭൂമി വിൽപ്പന നടത്തിയതിലും രജിസ്റ്റർ ചെയ്തതിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക നിഗമനത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തതും. തുടർന്ന് MLA വിജിലൻസ് ചോദ്യം ചെയ്തതിന് പിന്നാലെ റവന്യൂ വിഭാഗവും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയുണ്ടായി.
50 സെന്റ് പുറമ്പോക്ക് ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെന്ന വിജിലൻസ് നിഗമനം ശരിവെക്കുന്നതായിരുന്നു റവന്യൂ വകുപ്പും ജില്ലാ കളക്ടറും കൈമാറിയ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മിച്ചഭൂമി തിരിച്ചുപിടിക്കാനായി ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരുന്നതും. 3 വർഷം മുൻപാണ് MLAയും സുഹൃത്തുക്കളും ചേർന്ന് റിസോർട്ട് വാങ്ങിയത്. 1 ഏക്കർ 14 സെന്റ് ഭൂമിയും കെട്ടിടങ്ങളുമാണ് വാങ്ങിയത്. 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കെട്ടിടവും 850 ചതുരശ്ര അടി വിസ്തീർണമുള്ള 2 കെട്ടിടങ്ങളുമാണ് ഇവിടെയുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ എക്സാലോജിക്കിന്റെ കേസിനെ കുറിച്ച് മാത്യു കുഴൽനാടൻ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നത്. നിയമത്തിന്റെ വഴിക്ക് നേരിടാൻ മാത്യു കുഴൽനാടൻ തയ്യാറാണെന്നും എന്നാൽ അതേസമയം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ നേരിടാൻ ശ്രമിക്കരുതെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിട്ടുണ്ട്.